ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആരോടൊപ്പം ആയിരിക്കുന്നു, ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, ആരിൽ നിന്ന് കേൾക്കുന്നു, ഇതെല്ലാം നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൽ ഈ കാര്യങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം സമയം ചെലവഴിക്കുന്നത് ദൈവത്തോടൊപ്പമാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാണ്. അത് നന്മയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക്, നമ്മുടെ ചിന്തകൾക്കതീതമായ, ബുദ്ധിക്കതീതമായ ദൈവിക പദ്ധതിയിലേക്ക് ജീവിതം എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലീശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർന്നു. പ്രിയപ്പെട്ടവരെ, എലീശബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ദൈവം അവളുടെ ജീവിതത്തെ കടാക്ഷിച്ച് അവൾക്ക് നന്മ ചെയ്തപ്പോൾ അവൾ മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് മാറ്റിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവളായിരിക്കുകയാണ്. ഇവിടെ ബൈബിളിൽ അവൾ 5 മാസം ഒളിച്ചു പാർത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞാനിതിനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, മനുഷ്യരിൽ നിന്ന് അവൾ മാറി 5 മാസം ദൈവത്തോടൊപ്പം ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. എലീശബത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് താഴോട്ടുള്ള ഭാഗങ്ങൾ ബൈബിളിൽ വായിക്കുമ്പോൾ അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ എന്ന തൻ്റെ കുഞ്ഞ് അവൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറി. ഏറ്റവും വലിയൊരു പ്രവാചകനായിട്ട് അവൻ മാറുന്നു. ഇതിനെല്ലാം ഒരു കാരണം, ഒരടിസ്ഥാനം അവൾ ദൈവത്തോടൊപ്പം ആയിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനോടൊപ്പം ഈ ദിവസങ്ങളിൽ സമയം ചെലവഴിക്കുക. യേശുവിനോടൊപ്പം ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. യേശുവിൽ നിന്ന് കേൾക്കുക. ദൈവവചനത്തിലൂടെ യേശു നിങ്ങളോട് സംസാരിക്കും. യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിനോട് ഇടപഴകുക, യേശുവിനോട് കൂടെ ഇരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ സ്വർഗതുല്യമാക്കി മാറ്റും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മറ്റ് തിരക്കുകളെ മാറ്റിവെച്ച് ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ചില ദിവസങ്ങൾ, മാസങ്ങളൊക്കെ ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാൻ തീരുമാനിക്കുക. യേശുവിനോടൊപ്പം മാത്രം ചെലവഴിക്കുക, മറ്റെല്ലാം മാറ്റിവെച്ച്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പ്രോഗ്രാമിൽ നിങ്ങളോട് പറയുന്നത്. പ്രത്യേകത ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോടൊപ്പം ആയിരിക്കുക. നിശ്ചയമായി നിങ്ങളുടെ ജീവിതം മാറും. നമ്മുടെ മലയാളത്തിൽ നല്ലൊരു പഴഞ്ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാമൊരു സൗരഭ്യം. അതെ, ക്രിസ്തുവിൻ്റെ സൗരഭ്യം നിങ്ങളിൽ വരുവാൻ, നിങ്ങളിലൂടെ അത് പുറത്തു വരുവാൻ ദൈവത്തോടൊപ്പമായിരിക്കുക. കർത്താവായ യേശു 40 ദിവസം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പിതാവിനോടൊപ്പമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ 3 വർഷക്കാലത്തോളം അറേബ്യൻ മരുഭൂമിയിൽ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന സമയം ജീവിതം മാറ്റിമറിക്കപ്പെടും. മോശ 40 ദിവസം സീനായ് മലയിൽ ദൈവത്തോടൊപ്പമായിരുന്നു. അത് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തോടൊപ്പമായിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവവചനത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് കേൾക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു.